റഷ്യയ്ക്ക് പിന്നാലെ ചൈനയാണ് തങ്ങളുടെ പ്രഥമ ശത്രു എന്ന് അമേരിക്ക പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ട്രംപും ഇപ്പോൾ ആ വഴിക്ക് നീങ്ങുകയാണ്. ചൈനയുടെ ആണവ മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിന് വളരെ അടുത്തുള്ള അഫ്ഗാനിസ്ഥാനിലെ ബഗ്ര വ്യോമത്താവളം തിരികെ പിടിക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. മുൻപ് ഇത് അമേരിക്ക ഉപയോഗിച്ചിരുന്ന വ്യോമത്താവളമാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് താലിബാൻ അധികാരം കൈമാറിയതിനു ശേഷം ഇവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും തന്നെ അമേരിക്ക നടത്തിയിരുന്നില്ല. ഇത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താലിബാനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ഇക്കാര്യം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി, അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായുള്ള പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇത് പറഞ്ഞത്. അതിനുള്ള നീക്കം നടക്കുന്നു എന്നുകൂടി പറയുന്നു. ഒപ്പം തന്നെ ട്രംപ് ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉയർത്തിയിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ഈ ബഗ്ര എന്ന് പറയുന്ന ഈ വ്യോമത്താവളം ഇപ്പോൾ ചൈനയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി താലിബാൻ രംഗത്തെത്തിയിരിക്കുന്നു. താലിബാൻ വക്താവ് സബിഹുള്ള മുജഹിദ് പറയുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, ഈ വ്യോമത്താവളം തങ്ങൾ ആർക്കും നൽകില്ല, അമേരിക്കയ്ക്കും നൽകില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ചൈനയ്ക്ക് സമീപമാണ് ഈ വ്യോമത്താവളം ഉള്ളത്. അവിടേക്ക് അമേരിക്ക വരുന്നത് ചൈന മാത്രമല്ല, ഇന്ത്യയും സംശയത്തോടു കൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം പാകിസ്ഥാൻ്റെ എല്ലാ വ്യോമത്താവളങ്ങളും നിലവിൽ ഇപ്പോൾ അമേരിക്കയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പാകിസ്ഥാൻ്റെ തന്നെ സൈനിക മേധാവികൾക്ക് പോലും അവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ അതിർത്തിയിൽ വ്യോമത്താവളം വരുന്നത് ഇന്ത്യ മാത്രമല്ല, ഇറാന്, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കുൾപ്പെടെ അതൊരു ഭീഷണിയായി മാറുകയാണ്. ഏതായാലും താലിബാൻ ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്താകും എന്നറിയില്ല. റഷ്യയ്ക്ക് പിന്നാലെ ചൈനയെ ഒരു ടാർഗറ്റായി കണ്ടുകൊണ്ട് ട്രംപ് ഇപ്പോൾ പണി തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വരും ദിവസങ്ങളിൽ നിർണായകമാകുകയാണ് ജിയോ പൊളിറ്റിക്സ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.